എല്ലാവർക്കും വിനീതമായ പ്രണാമം. വിതുരനീതി 2-ാം അധ്യായത്തിലെ 31-ാം ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വിതുരർ ധൃതരാഷ്ട്രരോട് പറയുകയാണ് 31-ാമത്തെ ശ്ലോകത്തിൽ, മൂഢന്മാർ ബുദ്ധിമാന്മാരെ ആക്ഷേപവും അധിക്ഷേപവും കൊണ്ട് മുറിവേൽപ്പിക്കും. എന്നാൽ ഈ ആക്ഷേപവും മറ്റും പറയുന്നവൻ ആരെ അധിക്ഷേപിച്ചോ അവൻ്റെ പാപം ഏൽക്കുകയും ആര് ആ അധിക്ഷേപമെല്ലാം സഹിക്കുന്നുവോ അവൻ പാപത്തിൽ നിന്ന് മുക്തനാവുകയും ചെയ്യും. അപ്പം നമ്മളൊരാളിനെ അധിക്ഷേപിച്ചാൽ അവൻ്റെ പാപം കൂടി നമ്മളിലേക്ക് വന്നു ചേരും. അവൻ പാപത്തിൽ നിന്ന് മുക്തനാകും. നമ്മൾ കൂടുതൽ പാപികളായിട്ട് മാറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുക, അത് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നാണ് ആ പറഞ്ഞതിൻ്റെ സാരം. തുടർന്ന് പറയുകയാണ്, ദുഷ്ടന്മാർക്ക് എപ്പോഴും മറ്റുള്ളവരെ ദ്രോഹിക്കാൻ താല്പര്യമാണ്. അതാ അവരുടെ ബലം. രാജാക്കന്മാർ ശരിയായിട്ട് ദണ്ഡനീതി നടപ്പിൽ വരുത്തുമ്പോൾ അതാണ് അവർക്ക് ബലം. എന്നാൽ സ്ത്രീകൾക്ക് ശുശ്രൂഷയിൽ കൂടിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ബലം ഉണ്ടാകുന്നത്, അവർ ശ്രേഷ്ഠരാകുന്നത്. പിന്നെ ക്ഷമയുള്ളവർ, അവരാണ് ഏറ്റവും ശ്രേഷ്ഠരായ ഗുണവാന്മാർ എന്ന് പറയുന്നു. തുടർന്ന് പറയുകയാണ്, അല്ലയോ രാജാവേ, വാക്കുകളെ നിയന്ത്രിക്കുക അത് വലിയ പ്രയാസമാണ്. അർത്ഥപൂർണവും അതുപോലെ അരോചകമുണ്ടാക്കാതെയും അധികം സംസാരിക്കാൻ പ്രയാസമാണ്. നന്നായി പറയപ്പെട്ട വാക്ക് നിരവധി ഗുണഫലങ്ങളെ തരും. എന്നാൽ തെറ്റായി പറയപ്പെട്ട വാക്ക് അനർത്ഥത്തിന് കാരണമായി ഭവിക്കും. മഴു കൊണ്ട് നശിപ്പിക്കപ്പെട്ടതോ അമ്പുകൊണ്ട് തുളയ്ക്കപ്പെട്ടതോ ആയ കാട് വീണ്ടും വളരും. എന്നാൽ തെറ്റായി പറയപ്പെട്ട ഭയാനകമായ വാക്കുകൊണ്ട് കേൾക്കുന്നവൻ്റെ ഹൃദയത്തിലുണ്ടായ മുറിവ് പിന്നീട് ഉണങ്ങത്തില്ല. ശരീരത്തിൽ തുളച്ചു കയറിയ വിവിധ തരത്തിലുള്ള അമ്പ് തുടങ്ങിയ ആയുധങ്ങളെ എടുത്തു മാറ്റാൻ സാധ്യമാണ്. എന്നാൽ ഒരുവൻ്റെ ഹൃദയത്തിൽ തുളച്ചു കയറിയ വാക്കാകുന്ന അമ്പ് പിന്നീട് പറിച്ചു കളയുക അസാധ്യമാണ്. അതുകൊണ്ട് വാക്കുകൾ ശ്രദ്ധിച്ചു മാത്രമേ പ്രയോഗിക്കാവൂ. ഒരുവൻ്റെ വായിൽ നിന്ന് ഉതിരുന്ന വാക്ഷരങ്ങളാൽ മുറിവേറ്റ് മറ്റൊരുവൻ രാപകൽ ദുഃഖിക്കുന്നു. അന്യരുടെ മർമ്മങ്ങളിൽ തന്നെ കൊള്ളുന്നവ ഈ വാക്ഷരങ്ങളെ ബുദ്ധിമാൻ അന്യരിൽ പ്രയോഗിക്കരുത്. ദേവതകൾ യാതൊരുവൻ്റെ പരാജയം ഇച്ഛിക്കുന്നുവോ അവൻ്റെ ബുദ്ധിയെ ക്ഷയിപ്പിക്കുകയും തത്ഫലമായി അയാൾ അധപ്പതിക്കുകയും ചെയ്യും. ബുദ്ധി കലങ്ങിമറിയുക, വിനാശം ആസന്നമാവുകയും ചെയ്യുമ്പോൾ തെറ്റായ നയം ശരിയായ നയമായി നമുക്ക് തോന്നും. അതങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുകയും ചെയ്യും. ഹേ രാജാവേ, അങ്ങയുടെ പുത്രന്മാരുടെ ബുദ്ധി പാണ്ഡവന്മാരോടുള്ള വിരോധം മൂലം കലുഷിതമായിരിക്കുകയാണ്. അങ്ങ് ഈ കാര്യം ശരിക്കും മനസ്സിലാക്കുന്നില്ല. അല്ലയോ ധൃതരാഷ്ട്ര, 3 ലോകങ്ങളുടെയും രാജാവാകുന്നതിന് വേണ്ട എല്ലാ ലക്ഷണങ്ങളുമൊത്ത യുധിഷ്ഠിരൻ അങ്ങയെ അനുസരിക്കുന്നവനാകുന്നു. അയാൾ രാജാവാകട്ടെ. അല്ലയോ ധൃതരാഷ്ട്ര, അങ്ങയുടെ എല്ലാ പുത്രന്മാരെക്കാളും രാജ്യത്തിന് അവകാശമുള്ളവനാണ്. തേജസ്, ബുദ്ധി എന്നിവയുള്ളവനും ധർമ്മത്തെയും അർത്ഥത്തെയും നന്നായി അറിയുന്നവനുമായി യുധിഷ്ഠിരൻ. അഹിംസ, ദയ എന്നീ ഗുണങ്ങൾ കൊണ്ട് ധർമ്മിഷ്ഠന്മാരിൽ ഉത്തമനായ യുധിഷ്ഠിരൻ അങ്ങയോടുള്ള ബഹുമാനം മൂലം അനേകം ക്ലേശങ്ങളെ ക്ഷമയോടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ 43 ശ്ലോകങ്ങളോടുകൂടി വിതുരനീതിയിലെ 2-ാമത്തെ അധ്യായവും സമാപ്തമാകുകയാണ്. ഇത് മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിലെ പ്രജാഗര പർവത്തിൽ വിതുരനീതി വാക്യത്തിലെ 34-ാമത്തെ അധ്യായമാണ്. 43 ശ്ലോകങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. ഹരിയും. ഇനി നമ്മൾ
മൂന്നാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. മൂന്നാമത്തെ അധ്യായം 1-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്. ധൃതരാഷ്ട്രർ വിതുരനോട് പറയുക, അല്ലയോ മഹാബുദ്ധി, ധർമ്മത്തിനും അർത്ഥത്തിനും അനുസരിച്ചുള്ള വാക്കുകൾ ഇനിയും പറയൂ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് തൃപ്തി ഉണ്ടാകുന്നില്ല. നീ വളരെ മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത്. ഇത് കേട്ടിട്ട് വിതുരൻ പറയുക, എല്ലാ തീർത്ഥങ്ങളിലും സ്നാനം ചെയ്യുക, എല്ലാ ജീവജാലങ്ങളോടും വക്രബുദ്ധിയില്ലാതെ പെരുമാറുക. ഇവ രണ്ടും സമമായവയാണ്. എന്നാൽ ആർജവം അഥവാ വക്രബുദ്ധിയില്ലായ്മ അത് തീർത്ഥസ്നാനത്തിനേക്കാൾ വിശിഷ്ടവുമാണ്. അതുകൊണ്ട് രാജാവേ, അങ്ങയുടെ എല്ലാ മക്കളോടും സദാ ആർജവത്തോടല്ലെങ്കിൽ വക്രബുദ്ധിയില്ലാതെ പെരുമാറുക. അങ്ങനെയാണെങ്കിൽ അങ്ങ് ഈ ലോകത്തിൽ പരമമായ കീർത്തിയെ നേടുകയും മരണശേഷം സ്വർഗം പ്രാപിക്കുകയും ചെയ്യും. ഒരു മനുഷ്യൻ്റെ പുണ്യകർമ്മങ്ങളെക്കുറിച്ചുള്ള കീർത്തി എന്നുവരെ ഈ ലോകത്തിൽ പ്രകീർത്തിക്കപ്പെടുന്നുവോ അതുവരെ ആ ശ്രേഷ്ഠനായ മനുഷ്യൻ സ്വർഗത്തിൽ ആദരിക്കപ്പെടുന്നു എന്നാണ്. വിരോചനനും സുധന്വാവും തമ്മിൽ നടത്തിയ കേശിനെക്കുറിച്ചുള്ള പുരാതനമായ സംവാദം ഈ മേൽപ്പറഞ്ഞ സത്യത്തെ ഉദാഹരിക്കുന്നവയാണ്. ഇനി ആ കഥ പറയുകയാണ്. അങ്ങ് പണ്ട് കേശിനി എന്ന് ഒരു അതീവ സുന്ദരിയായ കന്യകയുണ്ടായിരുന്നു. ഉത്തമനായ ഭർത്താവിനെ ലഭിക്കുവാനുള്ള ആഗ്രഹം മൂലം അവൾ സ്വയംവരത്തിൽ വരനെ തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചു. അപ്പോൾ ദൈത്യരാജാവായ വിരോചനൻ അവളെ സ്വന്തമാക്കുവാനുള്ള ഇച്ഛയോടെ അവിടെ എത്തി. അസുര രാജാവിനെ കണ്ട് കേശിനി വിരോചനോട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ വിരോചന, ബ്രാഹ്മണരാണോ അതോ ദൈത്യന്മാരാണോ കൂടുതൽ ശ്രേഷ്ഠന്മാർ? അസുധന്വാൻ ഈ മഞ്ചത്തിൽ എന്തുകൊണ്ട് ഇരുന്നു കൂടാ? അപ്പോൾ വിരോചനൻ പറഞ്ഞു, പ്രജാപതിയിൽ നിന്ന് ഉദ്ഭവിച്ചവരായ ഞങ്ങൾ ഏറ്റവും ശ്രേഷ്ഠരാണ്. ഈ ലോകങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ അധീനതയിലാണ്. ദേവന്മാരും ബ്രാഹ്മണരും ആരാണ്? അവർക്കെന്ത് സ്ഥാനമാണ് ഉള്ളത്? അപ്പോൾ കേശിനി പറഞ്ഞു, അല്ലയോ വിരോചന, നമുക്കിവിടെ തന്നെ ഇരിക്കാം. സുധന്വാൻ നാളെ രാവിലെ വരും. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണട്ടെ. അപ്പോൾ വിരോചനൻ പറഞ്ഞു, അല്ലയോ പ്രിയേ, ഭീരു, നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. നീ നാളെ രാവിലെ എന്നെയും സുധന്വാനെയും നാളെ ഒരുമിച്ച് തന്നെ കാണും. വിതുരൻ പറയുകയാണ് പിന്നീട്, അല്ലയോ രാജാവേ, രാത്രി കടന്നു പോയിട്ട് സൂര്യബിംബം ഉദിച്ചപ്പോൾ സുധന്വാൻ കേശിനിയോടൊത്ത് വിരോചനൻ ഇരുന്ന സ്ഥലത്തെത്തി. സുധന്വാൻ അവരെ രണ്ടുപേരെയും കണ്ടു. ബ്രാഹ്മണനായ സുധന്വാനെ കണ്ട് കേശിനി തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിനെ അവിടെ ഇരുത്തി. പാദ്യവും അർഘ്യവും നൽകി. വിരോചനൻ സുധന്വാനെ തൻ്റെ കൂടെ ഒരേ ആസനത്തിൽ ഇരിക്കുവാനായി ക്ഷണിച്ചപ്പോൾ സുധന്വാൻ പറഞ്ഞു, അല്ലയോ പ്രഹ്ലാദ, അങ്ങയുടെ സ്വർണ്ണനിർമ്മിതമായ ആസനത്തിനെ ഞാൻ സ്പർശിക്കാം. എന്തെന്നാൽ അങ്ങയോടൊരുമിച്ച് ഒരേ ആസനത്തിൽ ഞാൻ ഇരുന്നാൽ അങ്ങ് എനിക്ക് തുല്യനാണെന്ന് വന്നു ചേരും. അപ്പോൾ വിരോചനൻ പറയുക, അല്ലയോ സുധന്വൻ, ഒരു പലകയോ പുൽപ്പായോ മാൻതോലോ മാത്രമാണ് താങ്കൾക്ക് അനുയോജ്യമാവുക. എന്നാൽ എന്നോടൊന്നിച്ചുള്ള ആസനം താങ്കൾ അർഹിക്കുന്നില്ല. ഇത് കേട്ട് സുധന്വോ പറഞ്ഞു, അച്ഛനും മകനും ഒരേ പ്രായവും വിദ്യയുമുള്ള രണ്ട് ബ്രാഹ്മണരോ ക്ഷത്രിയരോ വൈശ്യന്മാരോ ശൂദ്രന്മാരോ ആണ് ഒരേ ആസനത്തിൽ ഇരിക്കുവാൻ യോഗ്യർ. ഇവരല്ലാതെ വേറെ ആരും തന്നെ ഒരുമിച്ചിരിക്കരുത്. താങ്കളുടെ പിതാവ് എൻ്റെ ഇരിപ്പിടത്തിനേക്കാൾ താഴ്ന്ന ഇരിപ്പിടത്തിൽ ഇരുന്ന് എന്നോട് ആദരവ് പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. നീ എല്ലാ സുഖങ്ങളോടും കൂടി വീട്ടിൽ വളർന്ന ഒരു കുട്ടിയാണ്. നീ ഒന്നും അറിയുന്നില്ല. അപ്പോൾ വിരോചനൻ പറഞ്ഞു, അല്ലയോ സുധന്വൻ, അസുരന്മാരുടെ പക്കലുള്ള എല്ലാ സ്വർണം, പശുക്കൾ, കുതിരകൾ, വിത്തം എന്നിവയെ പണയം വെച്ചുകൊണ്ട് നമുക്ക് അറിവുള്ളവരോട് ഈ ചോദ്യം ചോദിക്കാം. സുധന്വാൻ പറഞ്ഞു, അല്ലയോ വിരോചന, നിന്റെ സ്വർണവും കന്നുകാലികളും കുതിരകളും
അവിടെ ഇരിക്കട്ടെ. നമ്മുടെ രണ്ടുപേരുടെയും പ്രാണൻ പന്തയം വെച്ചുകൊണ്ട് നമുക്ക് അറിവുള്ളവരോട് ഈ ചോദ്യം ചോദിക്കാം. അപ്പം വിരോചനം പറഞ്ഞു, പ്രാണൻ പന്തയം വെച്ചുകൊണ്ട് നാം എവിടെ പോകും? ഞാൻ ഒരിക്കലും ദേവന്മാരുടെയോ മനുഷ്യരുടെയോ മുമ്പിൽ പോയി നിൽക്കുകയില്ല. അപ്പോൾ സുധന്വൻ പറയുക, നമ്മുടെ പ്രാണൻ പന്തയം വെച്ചുകൊണ്ട് നാം നിന്റെ പിതാവായ പ്രഹ്ലാദനെ സമീപിക്കും. എന്തെന്നാൽ അദ്ദേഹം തൻ്റെ മകനു വേണ്ടിയാണെങ്കിലും ഒരിക്കലും അസത്യം പറയുകയില്ല. അപ്പോൾ അവിടെ സത്യത്തിൻ്റെ മാഹാത്മ്യമാണ് ഈ എടുത്ത് കാണിക്കുന്നത്. എന്നിട്ട് വിതുരർ പറയുക, ഇങ്ങനെ പന്തയം വെച്ച ശേഷം വിരോചനും സുധന്വാവും ക്രുദ്ധരായി പ്രഹ്ലാദൻ വസിച്ചിരുന്ന സ്ഥലത്തേക്ക് പോയി. അവരെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടിട്ട് പ്രഹ്ലാദൻ പറഞ്ഞു, മുമ്പ് ഒരിക്കലും ഒരുമിച്ച് സഞ്ചരിക്കാത്ത ഈ രണ്ടു പേരെ ക്രുദ്ധരായ രണ്ട് സർപ്പങ്ങളെപ്പോലെ ഒരേ വഴിയിലൂടെ ഇങ്ങോട്ട് വരുന്നതായി കാണപ്പെടുന്നു. ഹേ വിരോചന, മുമ്പ് ഒരിക്കലും ഒരുമിച്ച് സഞ്ചരിക്കാത്തവരായ നിങ്ങൾ രണ്ടുപേരും സഹയാത്രികന്മാരായോ? എന്താ നിനക്കിപ്പോൾ സുധന്വാനുമായി സൗഹൃദമുണ്ടോ? അപ്പം വിരോചനം പറയുക, അല്ലയോ പ്രഹ്ലാദ, എനിക്ക് സുധന്വാനുമായി യാതൊരു സഖ്യവുമില്ല. ഞങ്ങൾ രണ്ടുപേരും പ്രാണൻ പന്തയം വെച്ച് വന്നിരിക്കുക. ഞാൻ അങ്ങയോടൊരു ചോദ്യം ചോദിക്കട്ടെ, അങ്ങ് എന്നോട് അസത്യം പറയരുത്. പ്രഹ്ലാദൻ പറഞ്ഞു, സുധന്വാനു വേണ്ടി ജലവും മധുപർക്കവും, അതായത് തേന്, തൈര്, നെയ്യ് എന്നിങ്ങനെ 5 ദ്രവ്യങ്ങൾ ചേരുന്ന ഒരു പാനീയത്തെ വിളിക്കുന്ന പേരാണ് മധുപർക്കം. അത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അല്ലയോ ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ, അങ്ങ് ഞങ്ങളുടെ പൂജ അറിയിക്കുന്നു. വെളുത്തു തടിച്ച ഒരു പശു അങ്ങേക്കായി തയ്യാറായിരിക്കുന്നു. ഇത് കേട്ട് സുധന്വൻ പറഞ്ഞു, ജലവും മധുവർക്കവും എനിക്ക് ഇവിടെ പ്രവേശിക്കുന്ന വഴിക്ക് തന്നെ നൽകിക്കഴിഞ്ഞു. ഹേ പ്രഹ്ലാദ, ഞങ്ങൾ ചോദിക്കുന്ന ഈ പ്രശ്നത്തിന് അങ്ങ് ശരിയായ ഉത്തരം നൽകണം. ബ്രാഹ്മണരോ വിരോചനനോ ഇവരിൽ ആരാണ് ശ്രേഷ്ഠർ? അപ്പം പ്രഹ്ലാദൻ പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ, ഇവൻ എൻ്റെ ഏക മകനാണ്. അങ്ങ് ഇവിടെ നേരിട്ട് തന്നെ സന്നിഹിതനുമാണ്. ഞങ്ങളെപ്പോലെയുള്ളവർ നിങ്ങൾ രണ്ടുപേരും കലഹിക്കുന്ന ഈ പ്രശ്നത്തിൽ ഉത്തരം നൽകുന്നത് എങ്ങനെയാ? അപ്പോൾ സുധന്വാൻ പറയുക, അങ്ങയുടെ ഗോധനവും മറ്റമൂല്യ സ്വത്തുക്കളും അങ്ങ് പുത്രന് നൽകിക്കൊള്ളൂ. എന്നാൽ ഞങ്ങൾ രണ്ടുപേരും തർക്കിക്കുന്ന പ്രശ്നത്തിൽ സത്യം പറയണം. ഇത് കേട്ട് പ്രഹ്ലാദൻ പറഞ്ഞു, സുധന്വാവേ, ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ, തന്നോട് ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യത്തിനുള്ള മറുപടിയായി സത്യം പറയാതെ അസത്യം പറയുന്നവൻ അവൻ എന്തു സംഭവിക്കും? അപ്പോൾ സുധന്വ പറഞ്ഞു, അസത്യം പറയുന്നവൻ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീ രാത്രിയിൽ അനുഭവിക്കുന്നത് പോലെയും ചൂതുകളിയിൽ പരാജയപ്പെട്ടവനെ പോലെയും അതിയായ ഭാരം ചുമന്ന് ശരീരം തളർന്നവൻ നഗരകവാടത്തിൽ പ്രവേശനം ലഭിക്കാതെ വിശന്ന് തളർന്ന് കാത്തിരിക്കുമ്പോൾ ഉള്ളതുപോലെയുമുള്ള ക്ലേശം അനുഭവിക്കും. തുടർന്ന് സുധന്വാൻ പറയുക, അസത്യമൊഴി പറയുന്നവന് സദാ ശത്രുക്കളെ നേരിടേണ്ടി വരും. അവൻ സദാ ശത്രുക്കളെ കാണാൻ വിധിക്കപ്പെട്ടവനാണ്. ഒരു മൃഗത്തിനു വേണ്ടി അസത്യം പറയുന്നവൻ തൻ്റെ പിതൃക്കളിൽ 5 പേരെ സ്വർഗത്തിൽ നിന്ന് വീഴ്ത്തുന്നു. പശുവിന് വേണ്ടിയാണ് കള്ളം പറയുന്നത് എങ്കിൽ തൻ്റെ പിതൃക്കളിൽ 10 പേരെ സ്വർഗത്തിൽ നിന്ന് വീഴ്ത്തും. ഇതൊരു കുതിരയ്ക്ക് വേണ്ടിയാണ് കള്ളം പറയുന്നത് എങ്കിൽ തൻ്റെ പിതൃക്കളിൽ 100 പേരെ സ്വർഗത്തിൽ നിന്ന് വീഴ്ത്തും. മനുഷ്യന് വേണ്ടിയാണ് കള്ളം പറയുന്നത് എങ്കിൽ പിതൃക്കളിൽ 1000 പേരെ സ്വർഗത്തിൽ നിന്ന് വീഴ്ത്തും. സ്വർണത്തിന് വേണ്ടി കള്ളം പറയുന്നവൻ തൻ്റെ പിതൃക്കളിൽ ജനിച്ചു കഴിഞ്ഞവരും ജനിക്കാനിരിക്കുന്നവരും എല്ലാം സ്വർഗത്തിൽ നിന്ന് പതിക്കുന്നതിന് കാരണമാകും. ഇനിയും ഭൂമിക്ക് വേണ്ടിയാണ് കള്ളം പറയുന്നത് എങ്കിൽ അവന് സകലതും നശിപ്പിക്കുന്നു. അതുകൊണ്ട് ഭൂമിക്ക് വേണ്ടി ഒരിക്കലും അസത്യം പറയരുത് രാജാവേ. അപ്പോൾ പ്രഹ്ലാദൻ പറയുക, ഹേ വിരോചന, അങ്കിരസ് എന്നേക്കാൾ ശ്രേഷ്ഠനാണ്. സുധന്വാൻ നിന്നേക്കാൾ ശ്രേഷ്ഠനാണ്. ഇവൻ്റെ അമ്മ നിൻ്റെ അമ്മയേക്കാൾ ശ്രേഷ്ഠയാണ്. അതിനാൽ നീ ഇവനാൽ പരാജിതനായി. ഈ സുധന്വാൻ ഇപ്പോൾ നിൻ്റെ പ്രാണൻ്റെ ഉടമയാണ്. അല്ലയോ സുധന്വൻ, വിരോചനന് അങ്ങ് പ്രാണൻ തിരിച്ചു നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.
അപ്പോഴിവിടെ പ്രഹ്ലാദന് തൻ്റെ പുത്രനായ വിരോചനു വേണ്ടിപ്പോലും അവൻ്റെ പ്രാണന് വേണ്ടിപ്പോലും ഒരു കള്ളം പറയാൻ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. അപ്പോൾ സുധന്വൻ പറഞ്ഞു, അല്ലയോ പ്രഹ്ലാദ, അങ്ങ് ധർമ്മത്തെ മുറുകെ പിടിക്കുകയും പ്രലോഭനത്തിൽ വഴങ്ങി അസത്യം പറയാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ അങ്ങേക്ക് പ്രിയപ്പെട്ട പുത്രൻ്റെ പ്രാണൻ തിരിച്ചു നൽകുന്നു. ഇതാ ഞാൻ അങ്ങേക്ക് തന്നെ നൽകിയിരിക്കുന്ന അങ്ങയുടെ പുത്രനായ വിരോചനൻ. അവൻ കേശിയുടെ മുമ്പിൽ വെച്ച് തന്നെ എൻ്റെ പാദങ്ങൾ കഴുകട്ടെ. തുടർന്ന് വിതുരര് ധൃതരാഷ്ട്രരോട് പറയുകയാണ്, രാജാവേ, അതുകൊണ്ട് ഭൂമിക്കായി ഒരിക്കലും കള്ളം പറയരുത്. ഭൂമിക്കായി കള്ളം പറഞ്ഞ് മകനോടുള്ള മമത മൂലം അങ്ങ് മക്കളോടും മന്ത്രിമാരോടും ഒപ്പം വിനാശത്തിലേക്ക് കുതിക്കുകയാണ്. ദേവന്മാർ പശുക്കളെ നയിക്കുന്നവനെ പോലെ കയ്യിൽ വടിയന്തി ആരെയും രക്ഷിക്കുന്നില്ല. അവരാരെയാണോ രക്ഷിക്കുവാൻ ഇച്ഛിക്കുന്നത് അവർക്ക് ബുദ്ധി നൽകുകയാണ് ചെയ്യുന്നത്. ഒരുവൻ നന്മയിൽ എത്രമാത്രം മനസ്സുറപ്പിക്കുന്നുവോ അത്രമാത്രം അവൻ്റെ ഉദ്യമങ്ങൾ വിജയം വരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാപട്യത്തോടെ ജീവിക്കുന്ന പഞ്ചകനെ വേദങ്ങൾ പാപത്തിൽ നിന്ന് രക്ഷിക്കത്തില്ല. നേരെ മറിച്ച് ചിറകുമുളച്ചു കഴിഞ്ഞ പക്ഷിക്കുഞ്ഞുങ്ങൾ എങ്ങനെയാണോ കൂടുപേക്ഷിക്കുന്നത് അതുപോലെ വേദങ്ങൾ അവനെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കാപട്യത്തോടെ ജീവിക്കുന്നവനൊന്നും വേദങ്ങൾ വഴങ്ങത്തില്ല എന്ന് സാരം. ഇങ്ങനെ നമ്മൾ ഈ 3-ാമത്തെ അധ്യായത്തിലെ 35-ാമത്തെ ശ്ലോകം വരെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ബാക്കി പിന്നീട് പറയാം.